ചൂരൻ മലയിലെ വയനാട്ടിലെ ആ ദുരന്തം കേരളത്തിലെ ഏറ്റവും വലിയ ദുരന്തം തന്നെയായിരുന്നു. നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് അവരെ സപ്പോർട്ട് ചെയ്ത് നിന്നു. ഇവിടെ കുറച്ചിപ്പോൾ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാർ കൊടുത്ത മെമ്മറാണ്ടത്തിൽ ചെറിയ കണക്കുകൾ ഊതിപ്പെരുപ്പിച്ച് കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം. ഞാനിപ്പോൾ അതിനെപ്പറ്റി ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് ചൂരമല ദുരന്തം ഇത്രയും വലിയ ദുരന്തമായിട്ടും പോലും അർജൻറ്റായിട്ട് എന്തെങ്കിലും സഹായം ചെയ്തിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ സന്ദർശിക്കുകയും ചെയ്തതാണ്. എനിക്ക് ഒരു കൗതുകമായി നരേന്ദ്രമോദി ഒരു പെൺകുട്ടി, ചെറിയ പെൺകുട്ടിയായിട്ട് ഇങ്ങനെ ശൃംഗരിക്കുന്ന ചേർന്ന് നിൽക്കുന്ന ഒരു ഹൃദയഭേദകമായ വീഡിയോ എന്ന രീതിയിൽ ഫേസ്ബുക്ക് ഹാൻഡിലായ സംഗി ഹാൻഡിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട്. അതെനിക്കും ഭയങ്കര ഒരു ടച്ചിങ് ആയി. കാരണം പ്രധാനമന്ത്രി ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു, അതുകൊണ്ട് തന്നെ സഹായം നൽകും എന്ന കാര്യവും ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു. പക്ഷെ ഇതുവരെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഒരു സഹായം പോലും ലഭിച്ചിരുന്നില്ല. അപ്പോൾ ഇതെല്ലാം ഒരു PR വർക്കിൻ്റെ ഭാഗമായിരുന്നു എന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു. ഒരു ആത്മാർത്ഥതയോടുള്ള ഇടപെടലല്ല എന്ന കാര്യം ഇപ്പോൾ മനസ്സിലാവുകയും ചെയ്യുന്നു. ഇതേക്കുറിച്ച് നമ്മുടെ കേന്ദ്രമന്ത്രിയെ സുരേഷ് ഗോപിയോട് ചോദിച്ചപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞത് മുഖ്യമന്ത്രിയോട് ചോദിക്കാം എന്നാണ്. അദ്ദേഹത്തെ തൃശ്ശൂരിൽ നിന്ന് തെരഞ്ഞെടുത്ത ആളുകളോട് ചെയ്യുന്ന വലിയൊരു ദോഷം തന്നെയാണത്. ഇത്രയും കേരളത്തിലെ കേന്ദ്രമന്ത്രിക്ക് അറിയാം വയനാട് ദുരന്തം എത്രത്തോളം ആഘാതമേറിയതാണ്. എന്നിട്ട് പോലും അദ്ദേഹം അതിനോട് പറയാതെ മുഖ്യമന്ത്രിയോട് ചോദിക്കൂ എന്ന് പറഞ്ഞത് വളരെ അധികം മോശമായിപ്പോയി. നമ്മളിപ്പോൾ പല സൈബർ ഇടങ്ങളിലും CMDRF ചീഫ് മിനിസ്റ്റർ ഡിസാസ്റ്റർ ഫണ്ടിനെതിരെ കൊടുക്കരുത് എന്ന് പറഞ്ഞ രീതിയിൽ ഈ ഒരു സാഹചര്യത്തെ ഉപയോഗിക്കുന്നത് കണ്ടു. ശരിക്കും വലിയ തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കേന്ദ്രത്തോട് സമർപ്പിക്കുമ്പോൾ, ഒരു മെമ്മറാണ്ടം സമർപ്പിക്കുമ്പോൾ ഒരു 1200 കോടി രൂപയുടെ മെമ്മറാണ്ടമാണ് സമർപ്പിച്ചതെന്ന് കേൾക്കുന്നു. അതിൽ കുറേ എസ്റ്റിമേറ്റ്സ് ആക്ച്വൽസ് ഒക്കെ ഉണ്ട്. അത് കുറച്ച് ഊതിപ്പെരുപ്പിച്ച് കാണിച്ചിട്ടുമുണ്ട്. പക്ഷേ ഈ 1200 ചോദിച്ചാൽ മാത്രമേ ഒരു 500 കോടിയെങ്കിലും കിട്ടും എന്നുള്ള കാര്യം സംസ്ഥാന ഗവൺമെൻറ്റിന് അറിയാം. അതുകൊണ്ടായിരിക്കാം അങ്ങനെ കൊടുത്തിട്ടുണ്ടാവുക. ഇനി നമുക്കറിയാം 1200 കോടി കൊണ്ട് മാത്രം ഒരു വയനാടിൻ്റെ പുനരുദ്ധാരണത്തിന് കാരണമല്ല. കാരണം അതിനപ്പുറമാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പം അതിന് അവിഞ്ഞ തുക നമുക്ക് ലഭിക്കേണ്ടതുമാണ്. ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു കള്ളത്തരം കൂടി ഞാൻ തുറന്നു കാട്ടുകയാണ്. ഇവിടെ ബീഹാറിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ അടിയന്തിരമായി തുക അനുവദിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ പല സംസ്ഥാനങ്ങളിലും. പക്ഷേ കേരളത്തിൻ്റെ കാര്യം വരുമ്പോൾ ഇതുവരെ ഒരു തുക അനുവദിച്ചിട്ടില്ല. അടിയന്തിരമായ ഒരു തുക പോലും അനുവദിച്ചിട്ടില്ല ഇത്ര ഒരു കാര്യത്തിൽ. അപ്പോൾ ഇതിൻ്റെ തെറ്റ് പൂർണ്ണമായും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് തന്നെയാണ്. അവർ കാര്യങ്ങൾ അടിയന്തിരമായി കേരളത്തിൻ്റെ കാര്യം വരുമ്പോൾ ചെയ്യുന്നില്ല എന്ന കാര്യം സ്പഷ്ടമാണ്. ഇനി സംസ്ഥാന സർക്കാരിൻ്റെ വീഴ്ചയെപ്പറ്റി ഒന്ന് പറയാം. സംസ്ഥാന സർക്കാർ ഈ എസ്റ്റിമേറ്റിൻ്റെ മെമ്മറാണ്ടം തയ്യാറാക്കുമ്പോൾ എനിക്കത് പൂർണ്ണമായും സമയമെടുത്ത് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു വിവാദങ്ങളിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു. പെട്ടെന്ന് ചെയ്തതുപോലെയാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് പല കാര്യങ്ങളിലും ഇങ്ങനെയുള്ള വിവാദങ്ങൾ വരുന്നതിൻ്റെ ഒരു കാര്യം തോന്നിയിട്ടുള്ളത്. ഇതിപ്പോൾ ഈ വിവാദങ്ങൾ ഏറ്റവും കൂടുതൽ സഹായിക്കുക ഈ കേന്ദ്ര സർക്കാരിനെ തന്നെയായിരിക്കും. കാരണം അവർ ഈ വിവാദങ്ങളിൽ വെച്ച് കേരളത്തിന് നൽകുന്ന തുക കുറച്ച് കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. എനിക്ക് പറയാനുള്ളത് ഈ ഫേസ്ബുക്ക് ഹാൻഡിലിൽ ഈ വിവാദങ്ങളോട് കൂടെ പിടിക്കാൻ നമുക്ക് ആവശ്യം തുകയാണ്, വലിയൊരു തുകയാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന്. വയനാടിനെ വാർത്തെടുക്കാൻ നല്ലൊരു തുക അത്യാവശ്യമാണ്. അതിന് നമ്മൾ ഒരുമിച്ച് നിൽക്കുകയാണ് വേണ്ടത്. ഈ ഒരു അവസ്ഥയിൽ സംസ്ഥാന സർക്കാരിന് ഒപ്പം നിൽക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്.
കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളെ ഞാൻ ചൂണ്ടിക്കാട്ടിയത് മാത്രമാണ് ചെയ്തത്. അത് നിങ്ങളെല്ലാം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലുള്ള വാർത്തകൾ ഒരിക്കലും ഷെയർ ചെയ്യാതിരിക്കുക. നിങ്ങൾ വീണ്ടും ചീഫ് മിനിസ്റ്റർ ഡിസാസ്റ്റർ ഫണ്ടിലേക്ക് CMDRFിലേക്ക് സംഭാവന ചെയ്തുകൊണ്ടിരിക്കുക. കാരണം അത് നമുക്ക് അത്രയധികം അത്യാവശ്യമാണ് വയനാട് ദുരന്തത്തിന് വാർത്തെടുക്കാനായിട്ട്. ഞാനിപ്പോഴും പറഞ്ഞു, ഇത്രയും സുതാര്യമായ CMDRF പോലെയുള്ള സുതാര്യമായ ഒരു ഫണ്ട് കേരളത്തിലില്ല. ഞാനിവിടെ സർക്കാരിനെ സപ്പോർട്ട് ചെയ്യാനോ കാര്യങ്ങളൊന്നും അല്ല വന്നത്. കാരണം കറക്റ്റായിട്ട് ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ വാദങ്ങളുടെ ഒപ്പം നിൽക്കണോ അല്ലെങ്കിൽ അതിനെതിരെ നിൽക്കണോ എന്നുള്ള കാര്യം. ഞാനിപ്പോഴും പറയുന്നു, CMDRFിലേക്ക് സംഭാവന ചെയ്യുന്നത് തുടരുക. ഇതിൻ്റെ ഒരു പേരിൽ നിങ്ങൾ സംഭാവന ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് നമ്മുടെ കേരളമാണ്. ഗുഡ് ബൈ.